നമസ്കാരം. റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ക്യൂട്ടി റൊമേറോക്ക് വലിയ കടുത്ത വിമർശനമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആള് മികച്ച ഡിഫൻഡറൊക്കെ തന്നെ, പക്ഷേ അനാവശ്യമായിട്ട് യെല്ലോ കാർഡുകൾ വാങ്ങുന്നു, റെഡ് കാർഡുകൾ വാങ്ങുന്നു, ഓവർ റേറ്റഡ് ആണ്. നല്ല കളി കളിക്കും, പക്ഷേ അതുപോലെ തന്നെ എററും കമ്മിറ്റ് ചെയ്യും. അതുകൊണ്ട് ഓവർ റേറ്റഡ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്, ടീമിനെ അവതാളത്തിലാക്കുന്ന പണിയാണ് ഇപ്പോൾ ചെയ്തത് എന്നൊക്കെയാണ് വിലയിരുത്തപ്പെടുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോട് ടോട്ടൻഹാം ഹോട്ട്സ്പർ തോറ്റു, 2-0 തോറ്റു. 29ാമത്തെ മിനിറ്റിലാണ് കാസമിറോക്ക് മേലെ ഒരു ക്രിമിനൽ ഫൗൾ ചെയ്തത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആംഗിൾ അങ്ങ് ട്വിസ്റ്റായി പോയി. അതിന് ചവിട്ടിയത്. ഒരു സംശയം വേണ്ട, റെഡ് കാർഡ് എടുത്തങ്ങ് വീശി. ഇനിയിപ്പോൾ ഫലം എന്താ പറയുക, 4 കളികളിലാണ് ക്യൂട്ടി റൊമേറോ സസ്പെൻഷനായി പുറത്തിരിക്കാൻ പോകുന്നത്. എന്തായാലും പ്രതികരണങ്ങൾ നമ്മൾ നോക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രതികരണങ്ങൾ. ഒരു ഫുട്ബോൾ എക്സ്പേർട്ടിൻ്റെ നിരീക്ഷണം എങ്ങനെയാണ്? ഈ ഒരു അഭിപ്രായം ഞാൻ കുറേ കാലമായിട്ട് പറയാൻ ഇരുന്നതാണ്, പക്ഷേ ഹോൾഡ് ബാക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. വളരെ റെറ്റ്ലെസ് ആണ് ബോൾ ക്ലിയർ ചെയ്യുന്ന ഘട്ടത്തിൽ. ശരിയാണ്, ഗ്രേറ്റ് ലീഡർ എന്നൊക്കെ പറയുന്നു, പക്ഷേ മാസീവ് മിസ്റ്റേക്സ് എല്ലാ സമയത്തും, എവറി നൗ ആൻഡ് ദെൻ, ഇടയ്ക്കിടയ്ക്ക് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അഗ്രസീവ്നെസ് ഗെയിമിലേക്ക് അനാവശ്യമായിട്ട് കൊണ്ടുവരുന്നു. ബിയോണ്ട് ലിമിറ്റാണ് അയാളുടെ അഗ്രസീവ്നെസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒറ്റ സീസണിൽ മാത്രം 2 റെഡ് കാർഡുകളും 8 യെല്ലോ കാർഡുകളും അയാൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത് എപ്പോഴും ടീമിനെ ഹേർട്ട് ചെയ്യുന്ന കാര്യമാണ്. ടീമിനെ ഹെൽപ്പ് ചെയ്യുകയല്ല, ഇങ്ങനെയുള്ള ഡിസിപ്ലിനറി ആക്ഷൻ വരുമ്പോൾ അയാൾ ഹെൽപ്പ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ടീമിനെ ബുദ്ധിമുട്ടിലാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ടീമിൻ്റെ ക്യാപ്റ്റനാണ്, അത് മനസ്സിലാക്കണം. എന്നിട്ട് കളി 30 മിനിറ്റ് ആകുമ്പോഴേക്കും ടീമിനെ 10 പേരാക്കി ചുരുക്കിയിട്ട് കടന്നു പോവുക. സോ ഇതാദ്യമായിട്ടല്ല സംഭവിക്കുന്നത്, നോക്കുക. ഐ ഡോണ്ട് നോ, തീർച്ചയായിട്ടും അദ്ദേഹം അത്ര വേർത്ത്ഫുൾ ആയിട്ടുള്ള കളിക്കാരനായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നാണ് ലിയോ പാസ്ക്വാലിൻ്റെ ഒരു നിരീക്ഷണം വന്നിരിക്കുന്നത്. പിന്നെ ഇത് ക്രിമിനൽ ഫൗളാണ് എന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. മറ്റൊരു വിലയിരുത്തൽ വരുന്ന ക്യൂട്ടി റൊമേറോ എന്ന് പറയുന്ന സെൻറ്റർ ബാക്ക്, തീർച്ചയായിട്ടും അയാൾ ഫോഴ്സ്ഫുൾ ആൻഡ് ഡിസിസീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിൽ സ്റ്റാൻഡ് ഔട്ടാണ്. പക്ഷേ അതേപോലെ തന്നെ അഗ്രഷൻസ് വളരെ എക്സസീവായിട്ട് കാണിക്കുകയും സ്വന്തം ടീമിനെ പലതവണ ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്യുന്നുണ്ട്. അർജന്റീൻ താരം ഓൾറെഡി 45 യെല്ലോ കാർഡുകളും 6 റെഡ് കാർഡുകളും ടോട്ടൻഹാം ഹോട്ട്സ്പറിലേക്ക് 2021 സമ്മറിൽ വന്നതിന് ശേഷം ഇത്രയധികം കാർഡുകൾ അയാൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എന്ന കാര്യം കൂടി നോക്കുക. കൃത്യമായ കണക്ക് പറഞ്ഞാൽ, സിൻസ് മേക്കിംഗ് ഹിസ് ടോട്ടൻഹാം ഡെബ്യൂ ഇൻ 2021, ക്രിസ്ത്യൻ റൊമേറോ ഹാസ് ബീൻ സെൻഡ് ഓഫ് 6 times ഇൻ ഓൾ കോമ്പറ്റീഷൻസ്. കൂടാതെ ഇത് മോർ ദാൻ എനി അതർ പ്രീമിയർ ലീഗ് പ്ലെയർ ഡ്യൂറിങ് ദിസ് പീരീഡ്. ഈ കാലഘട്ടത്തിൽ ഇത്രയധികം റെഡ് കാർഡുകൾ വാങ്ങി കളിക്കളം വിട്ട മറ്റൊരു താരം പ്രീമിയർ ലീഗിൽ ഇല്ല എന്നുകൂടി BBC കൃത്യമായി കണക്ക് പുറത്തു വിടുന്നു. അതാണ് ഈ ഇദ്ദേഹത്തിൻ്റെ ഡിസിപ്ലിനറി ആയിട്ടുള്ള പെർഫോമൻസിനെതിരെയുള്ള വലിയ വിമർശനങ്ങൾ വരുന്നത്. ഇപ്പോൾ 4 കളികൾ പുറത്തിരിക്കണം എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? 3 കളിയിലെ സസ്പെൻഷൻ അല്ല, 2ാമത്തെ റെഡ് കാർഡാണ് ഈ സീസണിൽ. അതിൻ്റെ ഫലമായിട്ട് 4 കളികളിൽ ഇപ്പോൾ അയാൾ സസ്പെൻഡഡ് ആയിരിക്കുന്നു. ന്യൂകാസിലിനെതിരെ കളിക്കാനുണ്ടാവില്ല, ആഴ്സണലിനെതിരെ കളിക്കാനുണ്ടാവില്ല, ഫുൾഹാമിനെതിരെ കളിക്കാനുണ്ടാവില്ല, പാലസിനെതിരെ കളിക്കാനുണ്ടാവില്ല. ഔട്ട് ഓഫ് നോർത്ത് ലണ്ടൻ ഡെർബി എന്നുള്ളത് ആരാധകരെ കൂടുതൽ നിരാശയിലേക്ക് ആക്കുന്നുണ്ട്. തീർച്ചയായിട്ടും റൊബേറോ വലിയ രൂപത്തിലുള്ള അപകടത്തിലേക്കാണ് ടീമിനെ തള്ളിവിട്ടിട്ട് 29ാമത്തെ മിനിറ്റിൽ കയറിപ്പോയത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സിൽ എത്താം.